ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി, ഇപ്പോ കെ അനീഷ് കുമാർ BJP തൃശൂർ ജില്ലാ അധ്യക്ഷന് എതിരെ നിരവധി കേസുകൾ ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ ജയിലിലടക്കാനുള്ള ഒരു തീരുമാനത്തിലാണെന്നുള്ള രീതിയിലുള്ള ആരോപണം വന്നിരിക്കുകയാണ്. ഒരു എളിയ BJP പ്രവർത്തക എന്നുള്ള നിലയിൽ എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്? ഞങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും. മഹിളാ മോർച്ചക്കാര്, വനിതകള്, ഞങ്ങളെ എന്താ പറയാ നേതൃത്വത്തില്, അനീഷ് ജിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഇത്രയും വരെ എത്തിയത്. സുരേഷ് ഗോപിയുടെ വിജയത്തിന് മുഖ്യ പങ്ക് വഹിച്ചുള്ള ആളാണ് അനീഷ് ജി. അപ്പൊ അനീഷ് ജിനെ ഇനി തളർത്താൻ ആർക്കും പറ്റില്ല. ഞങ്ങള് അദ്ദേഹത്തിന്റെ പിന്നാലെ ഉണ്ട്. CPM ആണ് ഇതിന് പുറകിൽ എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും. നിരന്തരമായിട്ട് ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നടത്തുന്നത് ദുർഭരണാണല്ലോ. അതുകൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി. ഇനി അവർക്ക് ഇവിടെ ഒരു സ്ഥാനവും കിട്ടില്ല. ഇനി BJP ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നേറണം. അതിനുള്ള ഒരു മുന്നോടിയായിട്ടാണ് ഞങ്ങളുടെ MP കേന്ദ്രമന്ത്രിയായുള്ളത്. അത് കണ്ടിട്ട് വെള്ളറി പിടിച്ചിട്ടാണ് ഇവര് ഇത്രയധികം ആരോപണങ്ങൾ ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷന്റെ മേർക്ക് ഉന്നയിച്ചുള്ളത്. അത് ഞങ്ങള് എന്താ പറയാ, അതിന് ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു. BJPയെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം വലിയൊരു ആശ്വാസമാണെങ്കിൽ പോലും വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അല്ലെ നിയമസഭ, ഇതിലൊക്കെ ഈ ഗുണം തൃശ്ശൂർ ജില്ലയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ഗുണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ട്. ഇനി ഇത് BJPയുടെ സുവർണ കാലഘട്ടമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങായി. ഞങ്ങള് ആദ്യം ഞങ്ങള് MP-നെ ഇട്ടു, ഇനി ഞങ്ങള് നിയമസഭ, ഇനി ഞങ്ങള് കോർപ്പറേഷൻ പിടിച്ചെടുക്കും. ഉറപ്പ്, 100%. ചേച്ചി പ്രവർത്തിച്ചിരുന്ന ബൂത്തിലൊക്കെ BJPയുടെ മുന്നേറ്റം എങ്ങനെയായിരുന്നു? നല്ല മുന്നേറ്റമാണ്. ഞങ്ങളുടെ ഏരിയയിലും ഞങ്ങളുടെ ആ ഭാഗത്തും ബൂത്തുകളിലൊക്കെ ഞങ്ങൾക്ക് നല്ല വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോ സുരേഷ് ഗോപി വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ഇവിടെ പ്രചരണത്തിന് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? അദ്ദേഹത്തിന്റെ പ്രചരണം ഞങ്ങൾക്ക് നല്ല ഒരു സഹായകമാവും. അദ്ദേഹം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതെ. ഇപ്പോ പിണറായി വിജയൻ സർക്കാർ ഇതുപോലെ BJPയുടെ നേതാക്കന്മാരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സാധാരണ BJPയുടെ പ്രവർത്തകരുടെ മനോഭാവം? ഞങ്ങള് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു. ഇനി ഞങ്ങള് പുറകോട്ടില്ല, മുന്നോട്ട് തന്നെ. ആര് വന്നാലും, ഇടത് വന്നാലും വലതു വന്നാലും ഞങ്ങൾ മുന്നോട്ടാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത് ജില്ലാധ്യക്ഷനെ ജയിലിലടക്കാനുള്ള തീരുമാനത്തിലാണ് CPM എന്ന് തോന്നുന്നു? പോലീസ് അനീഷ് ചേട്ടനെതിരെ എന്താ പറയാ, ജില്ലയിലെ ഇത്രയും നല്ലൊരു നേതാവ് ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞങ്ങളുടെ ബൂത്തുകളില് എല്ലാ പ്രസിഡന്റുമാർക്കും, ജനറൽ സെക്രട്ടറിമാർക്കും, ഇൻചാർജർമാർക്കും എല്ലാവർക്കും നന്നായി പ്രവർത്തിച്ചവർക്ക് ആള് രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ ജില്ലാധ്യക്ഷന്മാരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബൂത്തുകളിൽ ഓരോ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലത്തിലും പോയിട്ട് ഓരോ ബൂത്ത് പ്രസിഡന്റുമാർക്കും ഇൻചാർജർമാർക്കും ട്രോഫി കൊടുത്ത് മധുരവും കൊടുത്ത് ആള് ഞങ്ങളെ അംഗീകരിച്ചു. ഞങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആള് നല്ലൊരു ഇതാണ് ഞങ്ങൾക്ക് തന്നത്. ഇതേപോലെ മറ്റുള്ള ഒരു പാർട്ടിക്കാരും ഇന്നവരെ ഇത് ചെയ്തിട്ടില്ല. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അനീഷ് ജിക്കെതിരെ ഈ CPM ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും അങ്ങേർക്കെതിരെ ഇങ്ങനെ പ്രതികരിക്കുന്നതും കള്ളക്കേസ് കുടുക്കി ആൾ ജയിലിലടക്കാൻ നോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ചേച്ചി, കരുവന്നൂർ വിഷയം കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രക്ഷോഭമായിരുന്നു. ഇതിന്റെ ഒരു വലിയ ദേഷ്യം ഉണ്ടായില്ലേ CPM-ന്? ദേഷ്യമുണ്ടല്ലോ. അവരാണല്ലോ ഇത് മുഴുവൻ നടത്തി കൂട്ടണത്. അവരല്ല ജനങ്ങളെ മുഴുവൻ പറ്റിച്ചുള്ളത്. അപ്പൊ അതിന് നേതൃത്വം നൽകിയ അനീഷ് ജീനെ ഏതൊക്കെ വിധത്തിൽ അവർക്ക് ദ്രോഹിക്കാൻ പറ്റുമോ അതിനാണ് അവർ ഈ നുണപ്രചരണം നടത്തണത്. അതൊന്നും ജനങ്ങൾക്കിടയിൽ വില പോവില്ല. ജനങ്ങൾക്ക് അതിനെതിരായി തിരിഞ്ഞു കഴിഞ്ഞു. അത് ഇനിയെങ്കിലും അവര് മനസ്സിലാക്കിയ നല്ലത്. അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ രാജിവെക്കുക, പുറത്തു പോവുക, അതാ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇപ്പോ ഈ കരുവന്നൂർ വിഷയത്തിലൊക്കെ എല്ലാ പ്രതികളും പിടിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എല്ലാ പ്രതികളൊന്നും പിടിക്കപ്പെട്ടിട്ടില്ല. ഇനിയുണ്ട്. ED അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കല്ലേ. ഇനിയും ഓരോരുത്തരും മറ നീക്കി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ചേച്ചി, ഇപ്പോ എന്താ തോന്നുന്നു ഈ ഒരു സമയത്ത് BJPയുടെ ജില്ലാധ്യക്ഷനെ ജയിലിലാക്കാൻ നോക്കുന്ന ഈ ഒരു സമയത്ത്? ഇത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പ്രാവശ്യത്തെ ജയം, ഈ താമര വിരിഞ്ഞതിന്റെ വളരെയധികം വിഷമത്തിലാണ് അവരിയ്ക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഈ കരുവന്നൂർ പ്രശ്നം ഓരോരുത്തരായി പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഇനി മുകളിലേക്കുള്ള പിടികൾ വരാൻ നിൽക്കുന്നു. അതിൻ്റെയൊക്കെയുള്ള വിരളയാണ് ഇപ്പൊ അവർക്കുള്ളത്. കാരണം ഒരുവിധം ആളുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി മുകളിലേക്ക് പിടുത്തം വരികയാണ്. അതിന്റെ ഒരു ഇതിലാണ് അവരിപ്പോ നമ്മളെന്താ പറയാ BJPക്കാരെ കൂടുതൽ പ്രശ്നത്തിലേക്ക് ആക്കാം. അതിന് അനീഷേട്ടനെ മെയിൻ ആയിട്ടുള്ള ആളായതുകൊണ്ട് അനീഷേട്ടന്റെ മേലേക്കാണ് അവര് കൂടുതലായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾ BJPക്കാർ, അതിപ്പോൾ BJPക്കാർ മാത്രമല്ല നമ്മുടെ ഈ തൃശ്ശൂരിലുള്ള ഒരുവിധ എല്ലാ ആളുകളും അതിനെ പ്രതികരിക്കും. ഉറപ്പാണ്.
മെയിനായിട്ട് കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്ന് അവർക്ക് ഭയമുണ്ട്. അതുകൊണ്ടാണ് അനീഷേട്ടനെ തളർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തളരും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ തളരാനല്ല ഞങ്ങൾ മുന്നേറി ഇവിടെ ഈ നിലയ്ക്ക് ഇപ്പൊ സുരേഷ് ഗോപിനെ ജയിപ്പിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് തന്നെ ജയം പിടിച്ചടക്കാൻ വേണ്ടി തന്നെയാണ് കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചടക്കും. സുരേഷ് ഗോപിയെയും ഇതുപോലെ കേസിൽ പെടുത്താൻ അവർ ശ്രമിച്ചിട്ടില്ലേ? സുരേഷ് ഗോപി ഇതേപോലെ അവരുടെ മറ്റേ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ലാസ്റ്റ് ഒരു പെണ്ണ് കേസിൽ പെടുത്തു. അതാണ് മെയിൻ. അതേപോലെ തന്നെ സുരേഷ് ഗോപിനെ നിസ്സാരമായ കേസിൽ പറഞ്ഞ് പിടിച്ചടക്കാനാണ് നോക്കിയത്. അതിൽ നിന്നൊക്കെ ഞങ്ങളെ തലൂരി പോകുന്നില്ലേ. ഇനിയും ഞങ്ങൾ മുന്നോട്ട് തന്നെയാ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നത്. ഒരു സംശയവും ഇല്ല. ഇതൊക്കെ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ CPM പറയുന്ന നുണയാണോ സത്യമാണോ? എന്താ പറയാനുള്ളത്? നുണയാണ് അതെല്ലാതും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഇതാണ് പ്രശ്നം. അവർക്ക് ഇനി കോർപ്പറേഷൻ അതുപോലെയുള്ള ഇനിയുള്ള ഇലക്ഷനുകളൊക്കെ ഇതേപോലെ ജയിച്ചു പോകുന്നവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അനീഷേട്ടനെ തളർത്തി കഴിഞ്ഞാൽ കൂടെയുള്ള എല്ലാവരും തളരുന്നതാണ്. അനീഷേട്ടനും തളരില്ല, കൂടെയുള്ള ഞങ്ങൾ ആരും തളരില്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. നമസ്കാരം. എന്ത് തോന്നി ഈ ഒരു സമയത്ത്? അത് കള്ളക്കേസിൽ അന്വേഷിച്ചിനെ പെടുത്തിയിട്ട് ബാക്കിയുള്ളവരെ തളർത്താം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരൊക്കെ ചെയ്യേണ്ടത്. അങ്ങൊരു നല്ല രീതിയിൽ ഇത് മാർഗനിർദ്ദേശമൊക്കെ തന്ന് നയിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ജയിച്ചത്. ഇനി ഇതിനെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോരുടെ നോട്ടത്തിലായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ തലപ്പത്തിരിക്കണ ഒരാളെ, നമുക്ക് നിർദ്ദേശം തരുന്ന ഒരാളെ തളർത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവർ മുൻപേ തന്നെ അന്വേഷിക്ക് നേരെ ഈ കള്ളക്കേസ് പെടുത്തിയിട്ട് തളർത്താൻ നോക്കുന്നത്. ഇതിനൊരു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയ ഭീതി കൂടിയാണോ LDFനെ സംബന്ധിച്ച്? അതെ, തീർച്ചയായിട്ടും. അവർക്ക് ഇത് സുരേഷ് ഗോപി സാർ ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അങ്ങനെ ഉണ്ടായിട്ടില്ല. ജയിക്കുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും അത് ഉറപ്പായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ജയിച്ചു എന്ന് കണ്ടപ്പോൾ വളരെ പേടി പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത് വരുന്ന ഇലക്ഷനുകളിൽ നമ്മൾക്ക് ജയം ഉണ്ടാവുന്നുള്ള ആ ഒരു പേടി കൂടിയാണ് അവര് ഈ തരത്തില് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. BJPയെ സംബന്ധിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പൊക്കെ വലിയൊരു ഗുണമുണ്ടാകുന്ന തെരഞ്ഞെടുപ്പാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. ഇനി ഇവിടെ ഞങ്ങളുടെ BJPയുടെ സുവർണ കാലഘട്ടമാണ്. അതിന്റെ മുന്നോടിയാണ് ഞങ്ങളുടെ MP ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ജിയുടെ വിജയം. ഇനി ഇവിടെ ഞങ്ങളുടെ BJP എന്നെ ഇവിടെ വിജയിക്കുള്ളോ? ഇവിടെ ഇനി താമര എന്നെ വിരിയുള്ളോ? കേരളത്തില് ആര് വിചാരിച്ചാലും താമര ഞങ്ങൾ വിരിയിക്കും. ഈ ന്യൂനപക്ഷങ്ങളൊക്കെ BJPക്കൊപ്പം നിൽക്കാനുള്ള സാധ്യത ഇനിയുണ്ടോ? ന്യൂനപക്ഷങ്ങള് BJPയുടെ കൂടെ നിന്നാൽ അവർക്ക് നല്ലത്. പ്രത്യേകിച്ച് ഇപ്പോ ക്രിസ്ത്യൻസ് വിഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഞങ്ങളുടെ MP-യുടെ വിജയത്തിന് ഏറ്റവും സഹായകമായുള്ള കുറെ ക്രിസ്ത്യൻ സഹോദരിമാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, വോട്ടും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി തുടരാനുള്ള സാധ്യത ഉണ്ടല്ലേ? തുടരും. അതിലൊക്കെ ഈ ഒരു ഭയപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതെ, അതിലെല്ലാം ഭയപ്പെട്ട് വിളറി പിടിച്ചിട്ടാണ് ഇപ്പൊ ഈ ഇടതും വലതും ഒക്കെ ഓടിയിട്ട് നടക്കണതും ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ കള്ളപ്രചരണം ഇവര് നടത്തണതും. അതിനി ഞങ്ങൾ അനുവദിക്കില്ല. അധ്യക്ഷനെ കേസുകളിൽ പെടുത്തി ജയിലിലടക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത്. അങ്ങനൊരു വലിയ ആരോപണം BJP നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ചേച്ചി ഒരു BJPയുടെ പ്രവർത്തകയാണല്ലോ, എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? വിഷയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കള്ളക്കേസാന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. മനഃപൂർവ്വം കെട്ടിച്ചമച്ച് ഓരോരോ പ്രശ്നങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് CPM ആണെന്ന് നമുക്കത് വ്യക്തമായിട്ട് തെളിവുള്ള കാര്യങ്ങളാണ്. ഞങ്ങള് ശക്തമായിട്ട് അങ്ങോരെ പിന്നാലെ ഉണ്ടാവും. ജില്ലാധ്യക്ഷനെ എല്ലാവിധ സപ്പോർട്ടും ചെയ്യും. തീർച്ചയായിട്ടും 100% ഞങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഈ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഈ ഒരു ഗൂഢാലോചന, അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത്. ഇതിനെതിരെ ഞങ്ങള് എന്താ പറയാ, മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഇതിനു വേണ്ടി ഞങ്ങൾ പ്രവർത്തനത്തിന് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് ഇവിടുത്തെ തൃശ്ശൂരിലെ വിജയം ഗുണം ചെയ്യാനുള്ള സാധ്യത? തീർച്ചയായിട്ടും 100% ഉറപ്പായിട്ടും BJP തന്നെ വരും.